പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഇന്നത്തെ പത്രത്തിന്റെ തലക്കെട്ടുകളും അവരുടെ കാർട്ടൂണുകളും ഒക്കെ ഒന്ന് നോക്കുകയായിരുന്നു. മലയാള മനോരമയിലെ അവർ പിന്നെയും ചർച്ചയിൽ എന്ന തലക്കെട്ടാണ് ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 102 എന്ന് എഴുതിയിട്ട് ബൈജുവിന്റെ ഒരു കാർട്ടൂണുണ്ട്. ആ കാർട്ടൂണിൽ മൊത്തത്തിൽ കുരുങ്ങി മറിഞ്ഞ് ചർക്കയിലെ നൂലെല്ലാം കൂടി മല്ലികാർജ്ജുൻ ഖർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും ദേഹത്ത് ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നു. കേരളത്തിൽ നിന്നുള്ള PCC അധ്യക്ഷന്മാർ കെ മുരളീധരനും തിരുവഞ്ചൂരും അടക്കമുള്ള ആളുകൾ VM സുധീരനും ഒക്കെ ദില്ലിയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന മറ്റൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള മനോരമ പോലും 8ാമത്തെ ദിവസം ഇവിടെ ട്രോളി തുടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവർ പിന്നെയും ചർച്ചയിൽ എന്നാണ് ഇന്ന് ദില്ലിയിലെത്താൻ നിർദ്ദേശം 3 വർക്കിംഗ് പ്രസിഡന്റുമാർ. മാതൃഭൂമിയുടെ കാർട്ടൂൺ കൂടി നമുക്കൊന്ന് നോക്കാം. മാതൃഭൂമിയുടെ കാർട്ടൂൺ കുറച്ചുകൂടി കേമാണ്. ഉണ്ണികൃഷ്ണന്റെ കാർട്ടൂണിൽ എഴുതിയിരിക്കുകയാണ്, TV-യിൽ നിന്ന് KC VD RC എന്നിങ്ങനെ കേൾക്കുന്നു. എൻ്റെ ഐഡിയ ആയിപ്പോയി അല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു സാധാരണക്കാരനായിട്ടുള്ള കേരളത്തിലെ വോട്ടർ, ഈ 102 സീറ്റ് UDF-ന് കൊടുത്ത ഒരു വോട്ടർ വീട്ടിലിരുന്ന് ഈ TV വാർത്തയൊക്കെ കണ്ടിട്ട് എൻ്റെ ഐഡിയ ആയിപ്പോയി അല്ലെങ്കിൽ എന്ന് പറയുന്നതാണ്. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷിപാൽ, സാക്ഷാൽ മനോരമയും ട്രോളി തുടങ്ങിയിരിക്കുന്നു. 8ാം നാളെ ആയിട്ടുള്ളൂ. അതിനിടയിൽ വലിയ വിജയത്തിൻ്റെ വലിയ ജനപ്രീതിയും ജനപിന്തുണയും വലിയ ആഹ്ലാദാരവും വളരെ പോസിറ്റീവ് വൈബും ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. 8ാമത്തെ ദിവസം ഘടകകക്ഷിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം നമ്മൾ ഇന്നലെ കേട്ടു. വലിയ നിരാശയാണ് എല്ലാ ഘടകകക്ഷി നേതാക്കൾക്കും. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയാണ്. മനോരമ പോലും ട്രോളുന്ന സാഹചര്യമാണ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ അങ്ങേയറ്റം വഷളായിരിക്കുന്നു, ഗുരുതരമായിരിക്കുന്നത് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നുണ്ടോ? ഇനിയും വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോവില്ലേ? എന്താണെന്ന് ദില്ലിയിൽ നടക്കുക? 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, മുൻ PCC അധ്യക്ഷന്മാരൊക്കെ ദില്ലിയിലുണ്ടല്ലോ. ഇന്ന് എന്താണ് കൂടുതൽ സാധ്യതയുള്ളത്? ആരൊക്കെ ആർക്കൊപ്പമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന? റോഷിപാൽ. അരുൺകുമാർ, ഞാൻ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവന് മുന്നിലാണ്. അല്പസമയത്തിനകം നേതാക്കളൊക്കെ പ്രതീക്ഷയോടെ വരും. കാരണം ഇന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് കണക്കുകൂട്ടുകയാണ് കേരളത്തിലെ എല്ലാ നേതാക്കളും. കാരണം ചർച്ചകൾ വളരെ നീണ്ടുപോയി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ 3 നേതാക്കളെയും വിളിച്ച് വിശദമായി സംസാരിച്ചപ്പോൾ ഇനി ചർച്ചയില്ല എന്ന നിലപാടായിരുന്നു ഹൈക്കമാൻഡ്. ഉടൻ തന്നെ ഹൈക്കമാൻഡ് നിലപാട് മാറ്റി. അവർ ഹൈക്കമാൻഡ് നിലപാട് മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉയർന്നാൽ അത് ഹൈക്കമാൻഡിന്റെ ഏകപക്ഷീയമായ തീരുമാനമല്ല, എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്ന് വരുത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതായാലും പൊതുസമൂഹത്തിനിടയിൽ ഈ മുഖ്യമന്ത്രി ചർച്ചകൾ പാർട്ടിക്ക് വലിയ അപഖ്യാതി ഉണ്ടാക്കിയെന്ന പൊതുവിലയിരുത്തലുണ്ട്. അതുകൊണ്ട് ഇന്നേക്കപ്പുറത്തേക്ക് പ്രഖ്യാപനം വൈകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിൽ MLA-മാരുടെ ഭൂരിപക്ഷം പരിശോധിച്ചാൽ അത് KC വേണുഗോപാലിനൊപ്പമാണ്. ഇനി ഇന്ന് ദില്ലിയിലേക്ക് വണ്ടി കയറിയ നേതാക്കളുടെ പട്ടിക പരിശോധിച്ചാൽ അതും KC വേണുഗോപാലാണ്. കാരണം 10 പേരാണ്. 10 പേരിൽ 2 പേർ ദില്ലിയിലേക്ക് പോയിട്ടില്ല. അതൊന്ന് അടൂർ പ്രകാശാണ്, രണ്ടാമത്തേത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ഒരുപക്ഷെ കോൺഗ്രസിൽ കേരളത്തിലെ നേതാക്കളിൽ നെഹ്റു കുടുംബവുമായി ഏറ്റവും ആത്മബന്ധമുള്ള നേതാക്കളിൽ ഒരാളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാടിന് വലിയ പ്രാധാന്യമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പക്ഷേ KC വേണുഗോപാലിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന നേതാക്കളിൽ ഒരാളാണ്. രണ്ടാമത് ദില്ലിയിലേക്ക് പോകാത്തയാൾ UDF കൺവീനർ അടൂർ പ്രകാശാണ്. KC വേണുഗോപാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, ഈ 2ൽ ഒരാൾ വന്നാൽ ഒരു പ്രയാസവും പ്രതിഷേധവും ഇല്ല എന്ന നിലപാടിലാണ് അടൂർ പ്രകാശ്. മറ്റ് 8 പേരും ദില്ലിയിലേക്ക് പോകുന്നുണ്ട്. VM സുധീരൻ കുറച്ച് വൈകിയാണ് പോകുന്നത്. മറ്റുള്ളവർക്ക് ദില്ലിയിൽ ഇതിനോടകം എത്തിക്കഴിഞ്ഞു. 5 മുൻ KPCC അധ്യക്ഷന്മാരിൽ VM സുധീരന്റെ നിലപാട് നമ്മൾ പറഞ്ഞു. മറ്റ് 5 പേരിൽ 3 പേരും KC വേണുഗോപാലിനൊപ്പമാണ് എന്നത് പ്രധാനപ്പെട്ടതാണ്. K സുധാകരൻ പരസ്യമായി തന്നെ KC വേണുഗോപാലിനെ പിന്തുണച്ചതാണ്. MM ഹസൻ A ഗ്രൂപ്പാണ്, പക്ഷേ പിന്തുണ KC വേണുഗോപാലിനാണ്. പിന്നീട് വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. 3 വർക്കിംഗ് പ്രസിഡന്റുമാർ PC വിശ്വനാഥും ഷാഫി പറമ്പിലും A ഗ്രൂപ്പാണ്, പക്ഷേ A ഗ്രൂപ്പിന്റെ പിന്തുണ KC വേണുഗോപാലിന്. അതുകൊണ്ട് ഈ 2 പേരും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാട് അവിടെ സ്വീകരിക്കും. 3ാമത്തെ വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. ഒരുപക്ഷെ KC വേണുഗോപാൽ ഒരു വലിയ ശക്തനല്ലാത്ത സമയത്ത് പോലും കൂടെ നിന്ന ആളാണ് AP അനിൽകുമാർ. AP അനിൽകുമാറിനെ മറ്റു കോൺഗ്രസ് നേതാക്കൾ KC വേണുഗോപാൽ ഗ്രൂപ്പിന്റെ മാനേജർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാലിന് ഒപ്പം നിൽക്കും. അവിടെ 8 പേരുടെ പിന്തുണയും KC വേണുഗോപാലിന്. പിന്നെയുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വാഭാവികമായി A ഗ്രൂപ്പിന്റെ നേതാവാണ്. മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിച്ചത് എന്ന സൂചനയുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്തുണയും KC വേണുഗോപാലിന്. അതുകൊണ്ട് ഇപ്പോൾ ദില്ലിയിലേക്ക് തിരിച്ച 10 നേതാക്കൾ, ആ 10 നേതാക്കളുടെ പിന്തുണ തേടുമ്പോൾ അവരിൽ എല്ലാവരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കും. അതുകൊണ്ട് മറിച്ചൊരു തീരുമാനം ഹൈക്കമാൻഡിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പിന്നെ ഏക പോംവഴി KC വേണുഗോപാൽ സ്വയം പിന്മാറുക എന്നതാണ്. ത്യാഗം സഹിക്കുന്നു, എല്ലാവരുടെയും പിന്തുണ തനിക്കാണ്. പക്ഷേ സംസ്ഥാന കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ താൻ കാരണം ഒരു തർക്കങ്ങൾ ഉണ്ടാകേണ്ടതില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ.
ഈ റേസിൽ നിന്നും താൻ സ്വയം പിന്മാറുന്നു എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ കെ സി വേണുഗോപാൽ പ്രഖ്യാപനം നടത്തിയാൽ മാത്രമാണ് മറ്റു രണ്ടുപേർക്ക് ഒരു സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിന്റെ മനസ്സിലും കെ സി വേണുഗോപാൽ തന്നെയാണെന്ന് സൂചനകൾ വരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് സോണിയാഗാന്ധിയുടെ അരികിൽ ഒരു പ്രത്യേക മമതയുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ നയിച്ചു. മാത്രവുമല്ല രാജീവ് ഗാന്ധിയുമായുള്ള ആത്മബന്ധം ഏറ്റവും സീനിയറായ നേതാവാണ്. NSUവിന്റെ ദേശീയ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എന്നീ പദവികൾ, ആ പദവികളിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സഹഭാരവാഹികൾ ഭൂരിഭാഗം പേരും ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പദവികളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു മമത സോണിയാഗാന്ധിയുടെ ഭാഗത്തുണ്ടായാൽ അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് നറുക്ക് വീഴും.